എന്തോ തോട്ടത്തിലേക്കുള്ള ചോറായിരുന്നേ. തോട്ടത്തിലേക്കുള്ള ചോറാകുന്നു. പക്ഷേ പാത്രത്തിലെടുത്താൽ മതിയോ? പാത്രത്തിൽ വേണ്ട, ഇലയ്ക്ക് അത് കിട്ടിക്കൊണ്ടായാലോ? താഴേക്ക് കൊണ്ടുപോകണം. ഇനി പാത്രം കഴുകുന്നുണ്ടല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, 2-3 ഇലയും കൊണ്ട് വെട്ടിക്കൊണ്ട് വരാമോ? പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകണമെന്ന്. അന്നേരം ഒരു മീൻ വറുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഓരോ ബീറ്റ്റൂട്ടാണ് വെച്ചത്. മീനും വറുത്തുകൊണ്ട് ഇനി പെട്ടെന്ന് 2 മുട്ടയും പൊരിച്ചെടുക്കാം. ഒരു ചമ്മന്തി അരച്ചെടുക്കാം. ഇതൊക്കെ കൂട്ടി കൊടുത്തു വിടാം നമുക്ക്. പെട്ടെന്നൊരു ചമ്മന്തിയുടെ അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഞാനിന്ന് അരയ്ക്കുന്നത് പിന്നെ ഇഞ്ചിമാങ്ങ ചമ്മന്തിയാണേ. ഇത് ചുട്ടെടുത്തു ഞാൻ. പെട്ടെന്ന് ഞാൻ അരയ്ക്കാം, അവർക്ക് സമയം പോയി. ഇഞ്ചിമാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുടണം. ചുട്ടിട്ട് ഒരു ചെറിയ കഷ്ണം വെക്കാവുള്ളൂ. മാങ്ങയുടെ ഒരു സ്മെല്ല് വരും. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് പുളിയും വെക്കണം. കറിവേപ്പില, ഉപ്പ്, ചുവന്നുള്ളി, മുളക് ചുട്ടെടുത്തതല്ല, ഞാൻ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കും. ഇലയും കൂടി ഒന്ന് വാട്ടിയെടുക്കട്ടോ കേട്ടോ. ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് അതിൻ്റെ ഇവിടെ ഒന്ന് കണ്ടിച്ചെടുക്കണം. ഇതില്ലേ, ഇത് കട്ടി കുറച്ചിങ്ങനെ കണ്ടിക്കണം. നമുക്ക് ചോറ് കിട്ടാം കേട്ടോ. ചൂട് ചോറാണേ. പൊതി കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചൂട് ചോറ് തന്നെ കെട്ടാൻ നോക്കുള്ളൂ. ഒരു നേരത്തെ ആയിരിക്കുമല്ലോ ഉണ്ണുന്നത് പൊതി കെട്ടിക്കൊണ്ട് പോയാൽ. അതിനുള്ള ഉപ്പ് നമ്മൾ തളിച്ചു കൊടുക്കണം. ഞാനിന്ന് ഇച്ചിരി ബീറ്റ്റൂട്ട് തോരൻ വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. ബീൻസും കുറച്ച് ഞാൻ തോരൻ വെച്ചായിരുന്നു. അതുകൂടെ നമുക്കൊരു സൈഡിൽ വെച്ച് കൊടുക്കാം. ഒരു അച്ചാർ വെച്ച് കൊടുക്കാം കേട്ടോ. നെല്ലിക്കയാണേ. നമ്മൾ പൊതിച്ചോറ് കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിന്ന് ഇഞ്ചിമാങ്ങ കൊണ്ടാണ് ചമ്മന്തി അരച്ചത്. അത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. മീൻ വെക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയൊക്കെ വെച്ച് തരുന്ന സാധാരണ അങ്ങനെ 2 ഇല വെച്ചിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ ഈ മീൻ വറുത്തത് ഇവിടെയാണ് കേട്ടോ വെക്കുന്നത്. ഈ ചോറിലേക്ക് വെക്കത്തില്ല. ചോറിൽ വെക്കുമ്പോൾ തണുത്തിരിക്കുമ്പോഴേ ഒരു സുഖമില്ല. എൻ്റെ കൂടെ ഇച്ചിരി സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയും കൂടെ നമുക്കൊരെണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഈ മുട്ടയും ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ വെച്ചാൽ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഈ ഇലയുടെ ഈ വശത്ത് വെക്കാം കേട്ടോ. അന്നേരം ഈ മുട്ടയുടെ ഒരു ഉടുമ്പ് പോലെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ 2 ഇല വെക്കുവാണെങ്കിൽ ഈ മുട്ട ഈ സൈഡിലും വെക്കണം, മീൻ ഈ സൈഡിലും വെക്കണം. അങ്ങനെ നമ്മൾക്കിങ്ങനെ എല്ലാവർക്കും ഉള്ള പൊതി കെട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ചോറ് ഇങ്ങനെ ഒന്ന് കുത്തുവാണെങ്കിൽ വലിയ പൊതിയായിട്ടിരിക്കാണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ മാക്സിമം ഇങ്ങനെ ചെറുതാക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു വലിയ ഡബിൾ പേപ്പറൊന്നും ഇടണ്ട, കാര്യമില്ല കേട്ടോ. ഒരു ചോറിൻ്റെ പൊതി കിട്ടുന്നതിന് ഒരു ചെറിയ ഒരു ഷീറ്റ് പേപ്പറിൻ്റെ ആവശ്യമുള്ളൂ. അതിങ്ങനെ ഈ മൂലയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ പൊതിയില്ലേ, പണ്ടൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു പൊതിയുന്നത്. ഇപ്പം അങ്ങനെയൊന്നും അല്ല, കവറിലല്ലേ കൊണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വിരിക്കാൻ മതി. ഇത്രയും പരിപാടിയുള്ളൂ. എന്നിട്ട് ഈ വലിയ ഷീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ഒരു പൊതി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 3 പൊതിയും കൂടെ കെട്ടിയെടുക്കണം. പെട്ടെന്ന് ഞാൻ കെട്ടാം കേട്ടോ. ഞാൻ ചോറെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം കേട്ടോ. മടുത്തോ? മടുത്തില്ലേ? കഴിച്ചോറുണ്ടോ? മോരാണേ. ചോറിന് പൊതിയിലുണ്ടല്ലേ? പൊതിയിലെടുക്കുമ്പോൾ എടാ മോര് തന്നടാ. ശകലം മോര് കൂടെ തന്നി. ഈ ബീട്രൂട്ടും തോരൻ എന്നോട് കൂട്ടിയിട്ട് ശകലം മോര് ഒഴിച്ചേ. കുറച്ച് വെച്ചാൽ മതി. മതി ഇതിങ്ങനെ കുഴച്ച് ശകലം ബീട്രൂട്ട് എടുത്ത് വെക്കണം.
ശകലം തോരൻ വേണം. ഇങ്ങനെ കുഴയ്ക്കണം. എന്നിട്ട് തേങ്ങാ ചമ്മന്തി അതും ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. നെല്ലിക്ക നമുക്ക് പിന്നെ എടുക്കാം. മീനിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടെ അയലോർത്താണേ അല്ല ഇവിടുത്തെ ഇരിക്കുന്നത്. ഇതിങ്ങനെ കൂട്ടിയെടുത്തിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ പൊളി കാണാം. എനിക്ക് വാഴയുടെ ഇതും പറയാൻ പറ്റുന്നില്ല, അത്ര ടേസ്റ്റ്. അമ്പു അമ്മ തിന്നായിരുന്നോ? ശരി അമ്പു. പൊതിച്ചോറ് എങ്ങനെയുണ്ട്? നല്ലതാണോ? എങ്ങനെയുണ്ട്? അതെ, അങ്ങനെയാണ് നാളത്തോട്ടേ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് പൊതിച്ചോറ് കിട്ടി തരുമോ? പൊതിച്ചോറ് കെട്ടിത്തരുമൊക്കെ ചെയ്യാം. പക്ഷേ ഞങ്ങൾക്ക് എൻ്റെ കാരണന്മാരൊക്കെ പൊതിച്ചോറ് കെട്ടിയപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ ഒരു കലം വെള്ളം കൊണ്ടു തരും, ഇലയും വെട്ടി കൊണ്ടും തരും. അങ്ങനെ ഒരു ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വെള്ളമൊന്നും കോരണ്ടല്ലോ, ടാപ്പ് തുറന്നാൽ മതിയല്ലോ, ഷവറിലല്ലേ. അപ്പം ഇല വെട്ടി കൊണ്ടും തരാമെങ്കിൽ പൊതിച്ചോറ് കെട്ടിത്തരാം. എനിക്ക് കാലത്ത് ഇല വെട്ടാൻ ഒന്നും പറ്റിയല്ല. അച്ഛൻ ഇല വെട്ടി വാട്ടി തരുമെങ്കിൽ നമുക്ക് പൊതിച്ചോറ് കെട്ടിക്കൊടുക്കാം അല്ലേ? ഓഫീസിൽ പോകുമ്പോൾ അങ്ങനെയാണ്. ഇനി ഓഫീസിൽ പോകുമ്പോൾ എല്ലാ ദിവസവും പൊതിച്ചോറ് തന്നെ.